ഹലോ ഗൈസ്, ചെഡി വ്ളോഗ് സീരീസ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നമ്മൾ കൊച്ചിരുന്ന് ഫുഡ് കഴിക്കും കേട്ടോ. നമ്മൾ ഹൈ ചെയറിനകത്തിരുന്ന് നമ്മൾ ഗിഫ്റ്റ് കിട്ടിയ ഹൈ ചെയറിനകത്തിരുന്ന് ഫുഡ് കഴിക്കാൻ ഞങ്ങളപ്പോൾ അന്നത്തെ ദിവസം രാത്രിയിൽ ഇവിടെ ഡേ ഔട്ടല്ല, ഡേ ഒക്കെ കഴിഞ്ഞു. 10 മണി കഴിഞ്ഞു. ഞങ്ങൾ ഒരു ഫിലിം കാണാൻ വേണ്ടി വന്നതാണ്. മധുര വഴി, ചെന്നൈ മധുര വഴിയിൽ വന്നതാണ്. എന്ത് ഫിലിമാണ്? ആവേശം. ഇതിൻ്റെ സിസ്റ്ററിൻ്റെയാണ്. അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ഇടുന്നുണ്ട്. ഞാൻ ഇവർ വന്നതിനൊന്നും വ്ളോഗ് പറ്റിയുള്ള ഡീറ്റെയിൽസ്. അപ്പം ഞങ്ങളിതേ സിനിമ കാണാനായിട്ട് പോകും. അപ്പം നമ്മളെ ഫ്രണ്ടിൽ വേറെ ആൾക്കാരുണ്ട്. കാണിച്ചു എൻ്റെ ബ്രദറാണ്. ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി എവിടെയാണോ സെക്കൻഡ് ഷോയ്ക്ക് ഫിലിം കാണാൻ, ആവേശം കാണാൻ വേണ്ടി പോവാം. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലിച്ചു ഫോൺ ചെയ്തായിരുന്നു. അവൻ സൗദിയിലാണ്. ലിച്ചു അച്ഛൻ്റെ ബ്രദറാണ്, എൻ്റെ കൊച്ചിൻ്റെ മോനാണ്. പിന്നെ അപ്പം അവനോട് സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. ലിച്ചു ഓൺലൈനിലാണ്. ലിച്ചു ആണെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ. ഇനി കുറച്ച് എൻ്റെ ഫാഷൻ ഷോ കാണാം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. ഞാൻ തന്നെ പറഞ്ഞാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുറച്ച് വീഡിയോസ് എടുക്കണേന്ന്. അതാണ് കുറച്ച് എന്ത് ഷോ നമ്മൾ പറയുന്നത്, പട്ടി ഷോ. അത് തന്നെ, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് നമ്മളിങ്ങനെ തിരിയുന്നത് എൻ്റെ ഒരു കറക്കം ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞേട്ടാ. കറക്കം അതെൻ്റെ എന്താണ് സിഗ്നേച്ചർ ഇതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അപ്പം അന്നത്തെ ദിവസം ആവേശം മൂവിയൊക്കെ കണ്ട് പോപ്കോൺ ഒക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ ഷോപ്പിംഗ് ഇറങ്ങി കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ എവിടെയാണ് വന്നത്? പാരീസ്. അവിടെ വന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടി വന്നത്. നമ്മൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഫുൾ കടകളൊക്കെ ചേർന്ന് നമുക്കിങ്ങനെ എന്താണ് നമ്മൾ ഈ സരോജിനി മാർക്കറ്റ് എന്നൊക്കെ പറയത്തില്ലേ ഡൽഹിയിൽ, അതേപോലെയാണ് ചെന്നൈയിലെ ഒരു സ്ഥലം. അപ്പം നമ്മൾ എന്താണ് ശ്രുതിയുടെ അമ്മ ഭരതനാട്യം ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോക്കാൻ വേണ്ടി വന്നതാണ്, ജ്വല്ലറീസൊക്കെ. ഇവിടെ വണ്ടി എവിടെയോ കിടക്കുവാണ്. നമ്മുടെ ഹസ്ബൻഡ്സ് ഞങ്ങളോട് ഓട്ടോ പിടിച്ച് ചെല്ലാൻ പറഞ്ഞ്, പക്ഷെ ഞങ്ങൾ നടക്കുക. ഞങ്ങളൊരു 100 രൂപ ലാഭിച്ചിട്ട് ജ്യൂസ് മേടിച്ചു കൊടുക്കും. ഞങ്ങൾ ഇവിടെ പാരീസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്തോ മെഹബൂബ അല്ല, ഇതിന് വേറെന്തോ സ്ഥലം, ബ്രോഡ്വേ. ഫുൾ ഹോൾസെയിലിന്റെയും നമ്മുടെ ബാംഗ്ലൂർ കമേഴ്ഷ്യൽ സ്ട്രീറ്റ്, ചാന്ദ്നി, ഡൽഹിയിലെ ചാന്ദ്നി ചോക്ക്, അങ്ങനത്തെ ഒക്കെ ഏരിയ. ഇങ്ങനത്തെ സാധനങ്ങളിലെ ഹോൾസെയിൽ റേറ്റുകളിൻ്റെ എല്ലാം കടുക്ക് ഷോപ്സാണ് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാറങ്ങ് എവിടെയോ കൊണ്ടിട്ടൊക്കെ വന്നിരിക്കുന്നത്. അത് ഞങ്ങൾ നോക്കിയ ഡാൻസിന്റെ കോസ്റ്റ്യൂംസിന്റെ ഒക്കെ വീഡിയോസ് ഞങ്ങൾ ഇടാം കുറച്ച് കഴിയുമ്പോൾ. ഞങ്ങളല്ല, ലക്ഷ്മി ഇടും. പിന്നെ അപ്പോൾ ഓക്കെ, ഞങ്ങൾ അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണാം. ബൈ. അവർ വിചാരിക്കും ഞങ്ങൾ പാരീസിൽ പോയോന്ന്. സത്യം പറഞ്ഞാൽ ചെന്നൈയിലെ ഒരു സ്ഥലമാണ് ഈ പാരീസ് എന്ന് പറഞ്ഞാൽ. PARRYS ആണ് കേട്ടോ പാരീസ്. അവിടെ അവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോലത്തെ ഒരു സംഭവമാണ്. നിറയെ സാധനമുള്ള അത് നമ്മൾ ബ്രോഡ്വേ എന്ന് പറയും, പാരീസ് എന്ന് പറയും കേട്ടോ. നല്ലൊരു ഏരിയ ആണത്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോയത്. അവിടെയാണ് ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയത്. വില കുറച്ചും ഹോൾസെയിലായിട്ട് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. ഇങ്ങനെ നടക്കാം, ട്രാഫിക്കാണ് അവിടെ ഭയങ്കര. അപ്പോൾ നമുക്കിങ്ങനെ കാറിലൊന്നും വരാൻ പറ്റത്തില്ല. കാറൊക്കെ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വേണം നമ്മളിങ്ങനെ നടന്ന് പോയിട്ട് വേണം ചെയ്യാൻ. പക്ഷെ നമുക്ക് നിറയെ സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമായിരുന്നു അതേ കൂടെയൊക്കെ നടന്നിങ്ങനെ പോകാനും. നല്ല കാറ്റും, അടുത്ത് ടെമ്പിൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ രാത്രിയിൽ പോകണം. രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെയിൽ കൊണ്ട് ഉരുകി ചത്ത് നമ്മൾ പോകും. അതുകൊണ്ട് നമ്മൾ രാത്രിയിലൊക്കെ ഈ ഒരു സ്ഥലത്തൂടെയൊക്കെ നല്ല അടിപൊളി രസമായിരിക്കും കേട്ടോ. നല്ലൊരു വൈബായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഞങ്ങൾ ലാഗ് എടുപ്പിച്ച് കൊള്ളുന്നില്ല. അപ്പം നെക്സ്റ്റ് നമുക്ക് ഇനി വേറെ എവിടെ പോയി എന്നുള്ള വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. അടിപൊളി ഫിഷൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം. അതിൻ്റെ നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ.